പ്രശ്നങ്ങൾ പല വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് ചില സമയത്ത് ഞാൻ തുടക്കത്തിലെ കാര്യമാണ് പറയുന്നത്, ചില പ്രതികരണങ്ങൾ നടത്തുക വളരെ പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചില പ്രതികരണങ്ങളാണെന്ന് തോന്നുന്ന രീതിയിൽ ചിലതിന് നല്ല കയ്യടി കിട്ടി, ചിലതൊക്കെ വിവാദാവുകയും ചെയ്തു. ഒരു അധ്യാപികയുടെ ഒരു കർക്കശ രീതി അതിനകത്തുണ്ടോ? അങ്ങനെയല്ല, ആരെന്ത് പറഞ്ഞാലും എന്ത് വരുന്നുണ്ട്. അതിനെ ഇപ്പോൾ നമ്മളൊരു പശുവിനെ കാണാമെന്ന് വിചാരിച്ചു. ഈ പശുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നത്, ആ പശുവിന് എന്തായിരിക്കും, കൊമ്പായിരിക്കും. അപർണ ശ്രദ്ധിക്കുന്ന ഒരു പക്ഷേ അതിൻ്റെ അകിടായിരിക്കും. ഇപ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ചെവി ആട്ടുന്നതായിരിക്കും, വാൽ. അങ്ങനെ ഒരേ കാര്യം പലരും പല രീതിയിലല്ലേ കാണുക, പല ആംഗിളിൽ. നേരല്ലേ അത്? അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം നന്നായി എടുക്കുന്നവരുണ്ടാവും, ചീത്ത എടുക്കുന്നവരുണ്ടാവും. എല്ലാവരും നന്നായിട്ടേ എടുക്കാൻ പാടുമെന്നൊരു വാശി എനിക്കില്ല. ഞാനായിട്ട് തന്നെ നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വക്താക്കളാകുമ്പോൾ ആ രാഷ്ട്രീയത്തെ അടിക്കാനുള്ളൊരു വടിയായി എന്നെ ഉപയോഗിക്കരുത്. അതെനിക്ക് എൻ്റെ പാർട്ടിയോടുള്ള ഒരു കൂറായിരിക്കണം, ശരിയല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ചെന്ന് ചാടാതിരിക്കുന്നത് ബുദ്ധി. അവിടെയാണ് എനിക്ക് പിഴച്ചത്. അതായത് എൻ്റെ പാർട്ടിയെ എന്നിലൂടെ അപമാനപ്പെടുത്താനുള്ള ഒരു ശ്രമം വരുമ്പോൾ അത് ഞാൻ ആലോചിക്കണമായിരുന്നു. അത് അവിടെയുള്ളൂ. അപ്പം അല്ലാതെ നമ്മളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ എന്ത് ജനാധിപത്യം? അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും വാദിക്കാനും പറഞ്ഞു പോയിന്ന് ന്യായീകരിക്കാനും ഒക്കെ കഴിയുന്നതല്ലേ ജനാധിപത്യം? ഇപ്പൊ ഒരു പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ പൊളിറ്റിക്കലി അതിന്റെ ഒരു ആവശ്യമുണ്ട്. മേ ബി പൊളിറ്റിക്കലി നല്ല വിവാദങ്ങൾ അനാവശ്യമായിട്ട് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ബുദ്ധി. ഞാൻ അങ്ങനെയാണ് കാണുന്നത്, ഏത് തരത്തിലായാലും. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്താണ്? പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ കൂടി ഉണ്ടോ? അതുണ്ടാവും കേട്ടോ. എന്നാലും എനിക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ വന്നപ്പോൾ ഞാൻ തോന്നുന്നു ഐ ഓപ്പൺ മൈ മൈൻഡ്. പക്ഷേ അവർ എന്നെ വളരെ കരുതലോട് കൂടിയിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ അത് എഡിറ്റ് ചെയ്തിട്ടാണ് അതൊക്കെ പുറത്തു വിടുന്നത്. അപ്പോൾ ആ ഒരു കരുതൽ മാധ്യമങ്ങൾ എടുക്കുന്നുണ്ട്.